ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു പ്രിയ ആൻ്റണി വ്ളോഗ്സ്. ഗിർ നാഷണൽ പാർക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അപ്പോൾ ഇവിടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ അടുത്ത് തന്നെ ഇവിടെ ഒരു ജംഗിൾ സഫാരി ഉണ്ട്. ഈ ബസ് കയറിയിട്ട് വേണം നമ്മൾ ജംഗിൾ സഫാരി കാണാൻ വരാനായിട്ട്. ഈ ബസ് ഫെയറും ഓട്ടോ ഫെയറും ഒക്കെ ഈ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം അങ്ങനെ ഞാൻ എൻട്രൻസിലേക്ക് കിടക്കുകയാണ്. ഈ ടിക്കറ്റ് നമുക്ക് വർത്തിയാവോ എന്നുള്ള അറിയില്ല. എന്തായാലും വീഡിയോയിൽ കണ്ട് ബാക്കി നമുക്ക് കണ്ടറിയാം. ഈ കാണുന്നത് ബേബി ഓഫ് ടൈഗർ ആണ്, അഥവാ കപ്പ്. ബാക്കി സൂ ഉള്ള പോലെയല്ല. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ചില്ലുകൊണ്ടാണ് മറച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് മൃഗങ്ങളെ അടുത്തു നിന്ന് തന്നെ കാണാം. അങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ഒരു കറുത്ത പുലി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. എന്താണാവോ, വല്ലതും വിഷന്നിട്ടായാവോ? വൈറ്റ് ലയൺ കൊള്ളാം. ചൂടുകാലമായതുകൊണ്ട് തന്നെ മൃഗങ്ങളെല്ലാം നല്ല വിശ്രമത്തിലാണ്. ഇടയിലേക്ക് എടുക്കുന്നുണ്ട്, ക്യാമറയിൽ കാണാനില്ലെന്ന് മാത്രം. നല്ല വലുപ്പമുള്ളതാ ബംഗാൾ ടൈഗർ. സൗണ്ടൊക്കെ ഉണ്ട് ഇവിടുത്തെ. ശരിക്കും പറഞ്ഞ വനത്തിന്റെ ഉള്ളിൽ ചെന്നൊരു ഫീലാണ് ഇവിടുത്തെ സൗണ്ട് എല്ലാം കേൾക്കുമ്പോൾ. ഈ കാണുന്നത് ഒരു ആഫ്രിക്കൻ ലിസാർഡാണ്. നല്ല വലിപ്പമാണ് ഈ ലിസാർഡ് കാണാനായിട്ട്. ഈ കാണുന്നത് ഇഗുണ്ണയാണ്. ഇഗുണ്ണ ഒരു ലിസാർഡിന്റെ ഫാമിലിയിൽ പെടുന്നതാണ്. നല്ല വലുപ്പമുണ്ട് കേട്ടോ ഇതിന്. ഈ കാണുന്ന ഭാഗം മൊത്തം റെപ്റ്റൈൽസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതാണ് ഈ പാമ്പുകളും ലിസാർഡൊക്കെ. ആമകളെല്ലാം എന്താണെന്നറിയില്ല, സ്റ്റാച്ചു നിൽക്കുന്ന പോലെ നിൽക്കണേ. ലണ്ടൻ മണ്ടൻ സ്റ്റാച്ചു നമ്മൾ കളിക്കില്ലേ, അതേപോലെ ഒരു തരി നീങ്ങുന്നില്ല. എന്താണല്ലേ ഓരോ രാജ്യങ്ങളിലും പല്ലികളുടെ വ്യത്യാസങ്ങളെ. ഈ കാണുന്നത് ബംഗാൾ ലിസാർഡാണ്. ഇത് ഗുണ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ഒരു ലിസാർഡിൽ നിന്ന് എന്തൊരു വ്യത്യസ്തത അല്ലേ. റൈനോന്റെ ഷേപ്പ് ഉള്ളതുകൊണ്ടായിരിക്കും ഇത് റൈനോ ഇഗുണ. റൈനോ ഓപ്പൺ ആയിട്ടുള്ള ഏരിയ കേട്ടോ, അതുകൊണ്ട് ഉപദ്രവിക്കില്ലായിരിക്കും. പീക്കോക്ക് പോകണോ? പെണ്ണ് പലതരത്തിലുള്ള പക്ഷികളെ നമുക്ക് ഇവിടെ കാണാം. നമ്മൾ ശരിക്കും ഒരു കാടിൻ്റെ ഉള്ളിലേക്ക് വന്ന പോലെ. അതായത് ആ കാടിൻ്റെ ഉള്ളിൽ വന്നിട്ട് നമുക്ക് പലതരത്തിലുള്ള പക്ഷികളെ നേരിട്ട് കാണാം. അവയോടെ നമുക്ക് എന്തൊക്കെ, അവർക്ക് വേണമെങ്കിൽ ഭക്ഷണം വരെ നമുക്ക് കൊടുക്കാം ഇവിടെ. മീന് തിന്നുന്നുണ്ടോ?
അതിമനോഹരമായ സ്ഥലമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്ന ജംഗിൾ സഫാരിയിലുള്ളത്. അപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ജംഗിൾ സഫാരി കാണണം മറക്കരുതേ. ആ കാണുന്നത് മാനാണ്. അങ്ങനെ ഇവിടെ പലതരത്തിലുള്ള മാനുകളുടെ കൂട്ടത്തെ കാണാം. കണ്ട ഒരു കൂട്ടം മാന കണ്ട അവിടെ ഇരിക്കുന്നത്. അങ്ങനെ പല വെറൈറ്റിയിലുള്ള പല രാജ്യത്തു നിന്നുള്ള മാനുകൾ ഇവിടെ കാണാം നമുക്ക്. ഫോണിൻ്റെ ചാർജ് ഏകദേശം തീരുമാനമുണ്ട്. പവർ ബാങ്കും ഇല്ല, വിട്ടുപോയി ഗൈസ്. ഇനി വീഡിയോസ് ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരും. കാണുന്നത് ഒരു കരടിക്കുട്ടനാണ്. എന്താല്ലേ കാണുമ്പോൾ നമ്മൾ ഈ ബൊമ്മകളുടെ ഒക്കെ പോലെ നല്ല വിശ്രമത്തിലാണ് ആള്. ഈ ജംഗിളിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തിലേക്ക് പോകാനായിട്ട് ഇതേപോലത്തെ ഇലക്ട്രിക് ഓട്ടോകൾ അവൈലബിൾ ആണ് കേട്ടോ. കണ്ടമാനം മുതലകളുണ്ട് കേട്ടോ താഴെ. ഒരാള് വീടുണ്ടെങ്കിൽ പൊടി പോലും കിട്ടില്ല. ഹിപ്പോപ്പൊട്ടമസ് ഒളിച്ചിരിക്കുകയാണ്, അങ്ങോട്ട് പൊങ്ങി വരുന്നില്ല. ഇത് ആ കാണുന്ന സ്ത്രീയാണ് കേട്ടോ ഈ കാണുന്ന പക്ഷികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത്. പലതരത്തില് പല പല കളറുകളുള്ള പക്ഷികളെ കൂടെ കാണാം. ഇത് കണ്ടപ്പോഴേ നമ്മുടെ ഹോട്ടലുകളിലൊക്കെ ബെഡ്റൂമിൽ ബെഡ്ഷീറ്റ് അലങ്കരിക്കില്ലേ, അതുപോലെ തോന്നി. ഈ പക്ഷിയുടെ കാലം ഒരു കടുക്കം കണ്ട അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇവിടുത്തെ മൃഗങ്ങളെ ഒന്നും തൊടാൻ അധികം നിൽക്കണ്ട. എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ക്യാമറയിൽ റെക്കോർഡബിൾ ആണ്. കാഴ്ചകളുണ്ടല്ലേ, അടിപൊളി ആട്ടാ. വർത്ത് ഓഫ് മണിയാണ്. നമുക്ക് വന്നിട്ട് ഇവിടെ ശരിക്കും ഉള്ളിലേക്ക് കയറി എല്ലാം കാണാം. പക്ഷികളൊക്കെ തൊട്ടടുത്ത് നിന്ന് കാണാം. നമ്മൾ ശരിക്കും ഒരു കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയ പോലെ അടിപൊളിയുണ്ട്. ഗിർ നാഷണൽ പാർക്ക് പോകാൻ പറ്റിയില്ല, അതിൻ്റെ പകരം ഇത് അടിപൊളി. ഓ ഇവിടെ ഇനി ഇത് ജിറാഫിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോൺ സ്വിച്ച് ഓഫ് ആവാറായി, അല്ലെങ്കിൽ കാണിക്കായിരുന്നു. ബാക്കിൽ കണ്ട ആനിമൽസ് കണ്ട, ജിറാഫൊക്കെ ഉണ്ട്. ഓസ്ട്രിച്ച് ആട്ടോ, ഓസ്ട്രിച്ച്. ആ കൂട്ടിൻ്റെ അടിയിൽ രണ്ടെണ്ണം ഉണ്ട് പോലെ, കറുത്ത കളർ ഓസ്ട്രിച്ച് ഉണ്ട്. സീബ്ര, വൈൽഡ് ബീസ്റ്റ് നീട്ടില്ല, വൈൽഡ് ബീസ്റ്റ്. ജിറാഫിനുണ്ടോ? എന്താ ജിറാഫ്. ക്യാമലിനാട്ട് വരും കൂടുതൽ ജിറാഫിനെ കേട്ടാ.
സ്റ്റാച്യു ഓഫ് യൂണിറ്റി കണ്ടുകൂട്ടാ. മടക്കം ബസ്സുകൾ വിചാരിച്ച പോലെ ഇല്ല. ട്രെയിനാണെങ്കിൽ 9 മണിക്കുള്ളത്. അപ്പോൾ കുറേ ദിവസം കറങ്ങി കഴിഞ്ഞാൽ ഇനി മടക്കം പോകാന്നുള്ള പ്ലാനില്ല. അപ്പോൾ മടക്കം ഇപ്പോൾ ഒരു പ്രൈവറ്റ് വണ്ടിയാണ്. ആള് 200 രൂപയാണ് മേടിക്കണേ. ബറോഡ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തണം. അപ്പോൾ അവിടെ നിന്ന് ഇനി ബസ് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോനെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ബൈ ഫ്രം ഫ്രീ ആൻ്റണി വ്ളോഗ്സ്. അങ്ങനെ എൻ്റെ സോളോ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. അഹമ്മദാബാദ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ.